ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ മേഘാലയയിൽ എത്തിയിട്ട് രണ്ടാമത്തെ ദിവസമായിട്ടാ. ഞങ്ങൾ ഇന്നലെ അസാമിൽ പോയി അവിടെ കുറച്ച് കറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മേഘാലയയിൽ വന്നു. മേഘാലയയിൽ ഇന്ന് ഞങ്ങൾ ചിറാപുഞ്ചി പോവാണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ ഞങ്ങൾ റെഡി ആയി. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞോളൂ. അപ്പോൾ ഈ ഔട്ട്ഫിറ്റിൽ ഞങ്ങളെല്ലാം റെഡിയായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടത്തേക്ക് വന്നേക്കാം. കാണിക്ക്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇവിടേക്ക് വന്നേക്കാണ്. അപ്പം അവരെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി ചിറാപുഞ്ചി പോവും. അപ്പോൾ നമുക്ക് വുഡൻ ബ്രിഡ്ജ് അതെല്ലാം കാണാം. ഇന്ന് അടിപൊളി കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ നല്ല പുട്ടും കടയും കഴിക്കണം. ഊണുകൊണ്ട് കഴിക്കണ ചേട്ടൻ. ഹലോ ഗായ്സ്, അപ്പം ഇപ്പം ഞങ്ങളുള്ളത് ആൻറ്റിയുടെ മഠത്തിൻ്റെ ബാക്കിലാട്ടാ. നിങ്ങൾ നോക്കിയേ, ഫുള്ള് ഗാർഡനിങ് ആണ് ഇവിടെ. ഇല്ലാത്ത ഒറ്റ മരങ്ങളും ഇല്ല. ഞാൻ പറയാം, പ്ലംസ്, സബജില്ലി, അതുപോലെ തന്നെ ചക്ക, മാങ്ങ, തേങ്ങ, അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്ക് വരെ ഗാർഡൻ നമുക്ക് കാണാം കേട്ടോ. അതെ, ഇവിടെ അടിപൊളി ട്രീ ഉണ്ട്. അത് കായ ഉണ്ടായി വരുന്നുള്ളൂ. കുറച്ചും കൂടി ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും ഇതിൽ കായ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് യോഗയില്ല, കായ ആയിട്ടുള്ളൂ, അത് വലുതായിട്ടില്ല. പിന്നെ ഇതിവിടെ ഫുള്ള് ഫ്ലവേഴ്സ്. എന്തൊരു ഭംഗിയാന്നൊക്കെ ഗാർഡൻ. വീണ്ടും ചെന്ന് വിരിയാറായ റോസ. ഇവിടെ നല്ല റോസ് നല്ല അടിപൊളി ഒരു റോസ് ഉണ്ട്. പക്ഷെ ഇച്ചിരി മഴ കൊണ്ടിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ഇച്ചിരി അലമ്പായി ഇരിക്കുന്നുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമ്മൾ നേരെ പോകുമ്പോൾ നല്ലൊരു നടക്കാനുള്ള സ്പേസ്. രാവിലെ തന്നെ നല്ല ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. നല്ല ചിൽ ക്ലൈമറ്റാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ പുകയില്ല, മഞ്ഞ പുകയില്ല. അപ്പൊ ഇത് നോക്ക് എന്തൊരു സ്ഥലം. ഇതിങ്ങനെ തലയിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഒരെണ്ണത്തിൽ വെച്ചാലോ. ആന്റി ചീത്ത പറയാതെ അറിയില്ല ഗൈസ്. ഞാനൊരു പൊട്ടിക്കേണ്ട ഇത് വെച്ച് നമുക്ക് പോവാൻ ഗൈസ്. ഞാൻ മുടിയുന്നൊരു സ്റ്റൈലായിരുന്നു. ഇത് നിറയെ ഉണ്ട്. വെള്ളപ്പൂ ഇവിടെ ഫുള്ളുണ്ട്. സൂര്യകാന്തിമാരി പേരിവിടെ വീണ്ടും എന്തോ ഒരു ഇതെന്ത് എനിക്കറിയില്ല പേര്. നമ്മുടെ മൾബറിയുടെ പോലെ.
നമ്മളെ മലബാറത്തിന് ഇവിടെ ടേസ്റ്റ്. ഇത് നമ്മുടെ ബബ്ലൂസ് നാരങ്ങ ടേസ്റ്റ്. പച്ച ഈ മഞ്ഞേന് ബബ്ലൂസ് നാരങ്ങ, മറ്റേന് മൾബറി. ഞങ്ങളപ്പം മൈറാങ്ങിന്ന് യാത്ര തിരിച്ച് പോകാൻ പോകുന്ന ഡിംബേപ്പിക്കാണ്. അപ്പം പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആൻറ്റിയും ഡ്രൈവറും, അപ്പോൾ ആ ചേട്ടൻ അടിപൊളിയായിട്ടോ, ബാന എന്ന് പറഞ്ഞിട്ട് ആളാണ് നമുക്ക് ഗൈഡായിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ലാംഗ്വേജ് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ലാംഗ്വേജ് അറിയണ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളും പോയി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോകുന്ന വഴിയിലുള്ളൊരു കാഴ്ചയാണ്. അപ്പം ഈ ഒരു മേഘാലയനെ സ്കോട്ട്ലൻഡ് ഓഫ് ഈസ്റ്റ് എന്നാണ് മെയിനായിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കോട്ട്ലൻഡിൻ്റെ ഒരു ഏകദേശം ഒരു ചെറിയ മിനിയേച്ചർ പോലെ നമുക്ക് തോന്നും ഈ മേഘാലയ കാണും. കണ്ടില്ലേ, നമ്മൾ ക്രിസ്മസിനൊക്കെ വെക്കണ ട്രീകളാണ് ആ കാണുന്നത്. അവിടെ മുഴുവൻ കാടുകൾ ഇങ്ങനെ ഈ ഒരു ട്രീ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്കിങ്ങനെ കണ്ണിലിങ്ങനെ കുളിർമേകുന്ന കാഴ്ചകൾ എന്ന് പറയില്ലേ, അതുപോലെ ഭയങ്കര രസമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ പോകുന്ന വഴി. ഞങ്ങളിപ്പം പോകുന്നത് ഞാൻ പറഞ്ഞു ഡിംബേബിലേക്കാണ്. ആ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ റോഡായാലും പ്രകൃതി ആയാലും ഒക്കെ ഭയങ്കര നീറ്റായിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ, ആരും അതിനെ നശിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ വീടുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളാണ്, ഈ തകരപ്പാട്ട് കൊണ്ടൊക്കെ വെച്ച വീടുകൾ, അങ്ങനത്തെയാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുക. ഇങ്ങനെ ചില സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ ചുമരുള്ള വീടുകൾ കാണുള്ളൂ. അത് ചെറിയ വീടുകളാണ്, വളരെ ചെറിയ വീടുകൾ. പിന്നെ നമുക്കറിയാം ഈ മേഘാലയ എന്ന് പറയുന്ന 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഹില്ലിനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നിറയെ ഹില്ലുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെ റീച്ചായിട്ടുണ്ട്, ഡിംബേപ്പിലേക്ക് റീച്ചായിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ പോയിട്ട് കാണണത് ഒരു വലിയൊരു ഹില്ലാണ്. അതിൻ്റെ വ്യൂ പോയിൻ്റാണ് നമ്മളവിടെ കാണാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കാസികളുടെ ഡ്രസ്സ് ധരിച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊരു 50 രൂപയാണ് അവർ ചാർജ് ചെയ്യുക. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കണതിന് 100 രൂപ. അപ്പോൾ ആ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് അപ്പം തന്നെ നമുക്ക് തരും. അപ്പം ഞാനായാലും അമ്മയായാലും ഒക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കാസികൾ അവരുടെ ഫെസ്റ്റിവൽ സമയത്ത് ധരിക്കുന്ന ഈ ഡ്രസ്സാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ റെഡ് യെല്ലോ തീമിലാണ് അതിൻ്റെ കോസ്റ്റ്യൂം വരുന്നത്. അതുപോലെ തന്നെ സാരി പോലെയാണ് കേട്ടോ ലേഡീസിന് അത് ചുറ്റി തരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, അത് ഇട്ടിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു എല്ലാവരും. പിന്നെ ചേട്ടന്മാർ, അതുപോലെ അപ്പച്ചനും ചേട്ടനും ഈ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ടായിരുന്നു. അപ്പോൾ ധോത്തി പാൻറ്റ് പോലെയാണ് അവർ അതിനെ ഉടുത്തേക്കുന്നത്. അതുപോലെ തന്നെ അവർ ഒരു ജാക്കറ്റ് പോലെ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. ഏത് സ്ഥലമാണ് ഇത്? അപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ, സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ എത്തിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ
കാലമായിട്ടൊരു വഴി തന്നെയായിരുന്നു. അവരിങ്ങനെ വെട്ടി തെളിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഫുൾ എല്ലാ പാറമേ കൂടെയും അതുപോലെ തന്നെ താഴെ കൂടെയും നല്ല ചെറിയ ചെറിയ സ്ട്രീംസ്, നല്ല തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ അത്ര ഐസ് മാരിത്തെ വെള്ളമായിരുന്നു. ഞാൻ അതിൽ കുറച്ചൊക്കെ നമുക്കത് കുടിക്കാം, അത്രയും നല്ല നീരുറവയായിരിക്കും. ദേ കണ്ട ആ സൈഡിലൊക്കെ പോണത് നല്ല അടിപൊളി വെള്ളമാണ്. ഇത് കാണുമ്പോൾ നമുക്കൊരു ചെളിയായിട്ട് തോന്നുമെങ്കിൽ അത് ചെളിയൊന്നുമല്ല, നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ. അതുമ്പോൾ നമ്മൾ തൊട്ടാൽ നമ്മുടെ കൈമ ചെളിയാവുകയൊന്നും ഉണ്ടായിരുന്നില്ല. ആ വെള്ളത്തിലൊക്കെ തൊടുമ്പോഴൊന്നും നമ്മുടെ കൈമ ഒരു തുള്ളി മണ്ണോ ഒന്നും ആവുന്നുണ്ടായിരുന്നില്ല. നല്ല നീറ്റായിട്ടുള്ള ഏരിയ ആയിട്ട് എനിക്കിതിനെ തോന്നിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഫോസിൽസൊക്കെ കാണാം. ഈ ചുമരുമ്മ ഫോസിൽസൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ കുറേ ആളുകൾ ഇതിനെപ്പറ്റി പഠിക്കുന്ന കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ കുറേ അധികം ഉള്ളിലോട്ട്, അവരെ കൂടെ ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈഡിൻ്റെ കൂടെ അവർ ഉള്ളിലോട്ട് കുറേ അധികം പോകുന്നുണ്ടായിരുന്നു. നമ്മൾ അത്രയും ഉള്ളിൽ പോയിട്ടില്ല, അറ്റം വരെ പോയിട്ടില്ല. കാരണം അതൊരു മഴ സമയമായിരുന്നു. അപ്പോൾ മഴ സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് റിസ്ക് ആണ്. കാരണം പെട്ടെന്നായിരിക്കും ഈ പാറയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഒരു നീരുറവ് മാതിരിയാണ്, വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, മഴയില്ലെങ്കിലും ഉള്ളപ്പോഴും ഒക്കെ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ നമ്മൾ ആ പാറയിടുക്കിൽ പോയി കഴിഞ്ഞാൽ മഴ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു റിസ്ക് ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഉള്ളിലോട്ട് പോയില്ല. പിന്നെ നമുക്ക് അറിയില്ലായിരുന്നു, നമ്മുടെ കൂടെ ഗൈഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു ഇവിടെ ഉള്ളിലേക്ക് ഇനിയും പോകാൻ പറ്റുമോ, കാരണം ഇരുട്ടാണ്. പകുതി സ്ഥലങ്ങൾ വരെയാണ് അവർ ഈ ലൈറ്റ് ഇട്ട് നമുക്ക് വഴി കാണിക്കണ പോലെ ഉണ്ടായിരുന്നത്. ബാക്കി സ്ഥലങ്ങളിലൊന്നും നമുക്ക് ലൈറ്റ് ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പം ഇരുട്ടായിരുന്നു കൂടുതലും. അപ്പം നമുക്ക് 2 പേർക്ക് മാത്രമായിട്ട് പോകാനായിട്ട് അങ്ങനെ നമ്മളിവിടെ ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു ഗുഹ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു അർവ കേവ് എന്ന് പറയണത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു കൂളിംഗ് എഫക്റ്റും അതുപോലെ തന്നെ എല്ലാവരും കൂടി ചില്ല് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകാനും അത് കാണാനും കുറേ ഫോസിൽസ് നമുക്ക് കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു അറ്റം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അധികം അറ്റമായിട്ടില്ല, അങ്ങോട്ട് ഞങ്ങളങ്ങോട്ട് നീങ്ങിയില്ല. അവിടം വരെ നിന്ന് ഞങ്ങൾ കാണുകയാണ് ചെയ്തത്. ഒരു 100 മീറ്ററിൻ്റെ അപ്പുറം നടന്നിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കണം. അത്രയും നടന്ന് നമ്മൾ പിന്നെ വഴി തെറ്റാൻ സാധ്യതയുണ്ട്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴികളുണ്ട്. അപ്പോൾ നമുക്ക് വഴി തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് സീനാണ്, നമുക്ക് തിരിച്ച് വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഇവിടം വരെ പോയിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അടിപൊളി ഒരു ഡേ ആയിരുന്നു. കൺജസ്റ്റഡ് ആണ്, ഭയങ്കര ചെറുതാണ്.
ഇതൊക്കെയാണ് അറബ കേവ്സിലുള്ളത്. വരവ കേവ്സ് നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഫുള്ള് ഓഫ് റോഡ് വന്ന് കേവിൻ്റെ ഉള്ളിൽ ഒരു 100 മീറ്റർ നടന്നിട്ടുണ്ടാവും. അത് നമ്മൾ ഡെഡ് എൻഡിൽ എത്തിയിട്ടില്ല, ഇനി അങ്ങോട്ട് കാണാനുണ്ട്. പക്ഷെ നമുക്കത് കാണുമ്പോൾ പേടിയാണ്. നമ്മൾ മഞ്ഞുമൽ ബോയ്സ് കണ്ട കാര്യമുണ്ട്. നമുക്ക് തിരിച്ചു അങ്ങനെ അറബ കേവ്സ് നേരെ നമ്മൾ നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതേ പെട്ടെന്ന് തന്നെ മഴ പെയ്തു. ഞാനിങ്ങനെ പോകുമ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു മഴ പെയ്തെങ്കിൽ നല്ലതായിരുന്നു. അതുപോലെ തന്നെ മഴ പെയ്ത് മഴയത്ത് കുളിച്ച് ഞങ്ങൾ കാറിൻ്റെ അവിടെ എത്തി. കേവിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായി? നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായി? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.